സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. ലജ്ജാപടാവൃതേ നിത്യം ശാരദേ ജ്ഞാനദായികേ പാപേഭ്യോ ന സദാ രക്ഷ കൃപാമയി നമോസ്തുതേ. നമഃ ശ്രീയതിരാജായ വിവേകാനന്ദസൂരയേ സച്ചിത് സുഖസ്വരൂപായ സ്വാമിനേ താപഹാരിണേ. ശ്രീരാമകൃഷ്ണ വചനാമൃതം ഭാഗം 13 അധ്യായം 2, 3, 4, 5 അതാണ് നമ്മൾ ഇന്ന് ഒന്നിച്ച് നോക്കുന്നത്. ഈ ഭാഗത്തിനുള്ളൊരു പ്രത്യേകത, ഈ ഭാഗത്ത് 1-2 അന്നത്തെ സാമൂഹിക രാഷ്ട്രീയ സംഭവങ്ങൾ ചർച്ചയാകുന്നുണ്ട്. അന്താരാഷ്ട്ര വിഷയങ്ങൾ ഇതിനകത്ത് ഒരു ചർച്ചയാകുകയല്ല, അതിൻ്റെ ഒരു പരാമർശങ്ങൾ കടന്നു പോകുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ ഇതൊരു സാധാരണഗതിയിൽ ഭഗവാന്റെ വചനാമൃതം എന്നതിനോടൊപ്പം തന്നെ മാർഷമഹാശയൻ ഇതിൻ്റെ ഈ രചനയ്ക്കിടയിൽ ആ കാലഘട്ടത്തിൻ്റെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലകളിലെക്കുറിച്ചുള്ള ചില സൂചനകൾ നൽകിക്കൊണ്ട് കടന്നു പോകും. അതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്നും മാസ്റ്റർ മഹാശയൻ പോവില്ല, പക്ഷെ അതിൻ്റെ പരാമർശങ്ങൾ ഇവിടെ പല ഭാഗത്തായിട്ട് കടന്നു വരും. അപ്പോൾ അങ്ങനെ വരുന്ന 1-2 സന്ദർഭങ്ങൾ ഈ അധ്യായത്തിൽ ഈ ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും. മാത്രമല്ല ചിലപ്പോൾ അതൊരു അന്താരാഷ്ട്ര ലെവലിൽ ശ്രദ്ധേയമായ പുസ്തകങ്ങളെക്കുറിച്ചാകാം, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ ഒരു വിപ്ലവാത്മകമായൊരു അന്തരീക്ഷത്തെക്കുറിച്ചാകാം, അല്ലെങ്കിൽ ഒരു സാമൂഹിക പ്രശ്നങ്ങളെക്കുറിച്ചാകാം. ഇത്തരം കാര്യങ്ങളാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും മാസ്റ്റർ മഹാശയൻ ഈ ഒരു ഭാഗത്ത് സൂചിപ്പിക്കുന്നുണ്ട് വളരെ ഭംഗ്യന്തരേണ. മാത്രമല്ല ഭഗവാൻ അത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് ഒരു നാട്ടിലെ ഈ ലോകത്തിൻ്റെ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ വിഷയങ്ങളെ, അതൊരു യുദ്ധമായാലും ശരാം, ഒരു ലഹളയായാലും ശരാം, അത്തരം പരാമർശങ്ങൾക്ക് ഭഗവാൻ നൽകുന്ന ചില മറുപടികളുണ്ട്. ഒരുപക്ഷെ ഇന്ന് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായ രീതിയിൽ വിശകലനം ചെയ്യുകയോ പഠിക്കുകയോ അല്ലെങ്കിൽ അതേക്കുറിച്ച് മനസ്സിലാക്കുകയോ ചെയ്യേണ്ട ചില കാര്യങ്ങൾ, ഭഗവാൻ എന്താണ് ഇത്തരം കാര്യങ്ങളിൽ നൽകുന്ന മറുപടി. ഇപ്പം നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പോലും ഇത്തരം സംഘർഷങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുകയും അതിൻ്റേതായ അനുരണനങ്ങൾ നമ്മുടെ നാട്ടിലും പ്രതിഫലിക്കുകയും നമ്മുടെ ഭാരതത്തിലും പ്രതിഫലിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഇസ്രായേൽ പ്രശ്നങ്ങളാകട്ടെ, അങ്ങനെ പല ഗാസ, അങ്ങനെ വരുന്ന ഒരുപാട് സാമൂഹിക വിപ്ലവ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഒരു യുദ്ധത്തിൻ്റെ വക്കിലേക്ക് പോകുന്ന പ്രശ്നങ്ങൾ, അതൊക്കെ പരാമർശിക്കപ്പെടുന്ന അതൊക്കെ ഇന്നത്തെ കാലത്തും പരാമർശിക്കപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന ചില കാര്യങ്ങളാണ്. അങ്ങനെയുള്ള സന്ദർഭങ്ങൾ അക്കാലത്ത് എങ്ങനെയാണ് ഭഗവാൻ ഇതിന് മറുപടി നൽകിയിരിക്കുന്നത് എന്നുള്ളത് വളരെ രസകരമായ ഒരു അന്വേഷണമാണ് ഈ ഭാഗത്ത് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഇവിടെ ഭഗവാൻ ഈ ഭാഗത്ത് തുടങ്ങുന്നത് ആ 2-ാം അധ്യായത്തിൻ്റെ ഒടുക്കം. നമ്മൾ 2-ാം അധ്യായത്തിൽ ആണ് കഴിഞ്ഞ തവണ എൻ്റെ ഒരു ഭാഗം നിന്നത്. അതായത് നമ്മുടെ 2-ാം ഭാഗത്ത് ഹൃദയനെക്കുറിച്ച് പറഞ്ഞു നിന്ന ഭാഗത്താണ് നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞു നിർത്തിയത്. അതിനെ തുടർന്ന് ഉള്ള ആ സംഭാഷണത്തിനിടയ്ക്ക് ഭഗവാൻ പറയുന്നൊരു ഭാഗം ഇവിടെ പറയുന്നത്, ഈ ഭാഗത്ത് 2-ാം അധ്യായത്തിൽ പറയുന്നത്, 2-ാമത്തെ അധ്യായത്തിൻ്റെ ഭാഗത്ത് പറയുന്നത്, ഓരോരുത്തനും അവനവൻ്റെ കർമ്മഫലം അനുഭവിച്ചേ തീരൂ. അത് സംസ്കാരം, പ്രാരാബ്ധം, ഇതൊക്കെ സമ്മതിച്ചേ മതിയാവൂ എന്ന് മാസ്റ്ററോട് പറയുന്നുണ്ട്. അതായത് ഓരോരുത്തനും അവനവൻ്റെ കർമ്മഫലം അനുഭവിച്ചേ തീരൂ. അപ്പോൾ എന്താണ് ഈ കർമ്മഫലം അനുഭവിക്കുന്നത് എന്നാണ് ഭഗവാൻ തുടർന്ന് വിശദീകരിക്കുന്നത്.
കാരണം നമ്മൾ ഈശ്വരനോട് അല്ലെങ്കിൽ ഈശ്വര പൂജ ചെയ്യുന്നു, ഭക്തിയുള്ളവരായിരിക്കുന്നു. നമ്മൾ ഭക്തിയുള്ളവരാണ്. നമുക്ക് ഈശ്വരനോട് ഭക്തിയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈശ്വരനോട് നമ്മുടെ ഭക്തി പല വിധത്തിൽ പ്രകടിപ്പിക്കുന്നു. ഈ ഭക്തി പ്രകടിപ്പിക്കുന്നതിൻ്റെ പിന്നിൽ, അല്ലെങ്കിൽ ഈശ്വരാരാധന നടത്തുന്നതിൻ്റെ പിന്നിൽ, അല്ലെങ്കിൽ ഈശ്വരനെ ആശ്രയിക്കുന്നതിൻ്റെ പിന്നിൽ നമ്മുടെ സുഖവും സന്തോഷവും ഒക്കെ നിലനിൽക്കണം എന്നുള്ള സ്വാർത്ഥപരമായ ചില താല്പര്യങ്ങൾക്കാണ് മുൻതൂക്കം ഭൂരിഭാഗം ആളുകളിൽ. എന്നാൽ അത്തരം കാര്യങ്ങൾ ഒരുപക്ഷെ നിവർത്തിക്കപ്പെടില്ല. അപ്പം നിരാശയായി ഫലം. നമ്മൾ വേണ്ടത്ര വഴിപാടുകൾ ചെയ്തു, അല്ലെങ്കിൽ ക്ഷേത്ര ദർശനം നടത്തി, ഒരുപാട് തീർത്ഥാടനങ്ങൾ നടത്തി, പൂജകൾ ചെയ്തു, ഒരുപാട് ഹോമം തുടങ്ങിയ വിലയേറിയ കാര്യങ്ങളൊക്കെ ചെയ്തു. എന്നിട്ടും നമ്മുടെ ദുരിതങ്ങൾക്കോ ദുരന്തങ്ങൾക്കോ നമ്മുടെ ചുറ്റുപാടിലോ നമ്മുടെ ജീവിതത്തിലോ ഒന്നും ഒരു കുറവും വരുന്നില്ല. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ദിവസവും ക്ഷേത്രത്തിൽ പോവുകയും പൂർണ്ണമായും ക്ഷേത്ര സംബന്ധമായ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുകയും ഈശ്വരാർപ്പിതമായി മാത്രം ജീവിക്കുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ മഹത് ഗ്രന്ഥങ്ങളൊക്കെ ദിവസവും വായിക്കുകയും മനനം ചെയ്യുകയും നാമം ജപിക്കുകയും ഒക്കെ ചെയ്യുന്നെങ്കിലും പുറമേ നിന്നൊരാൾ നോക്കുമ്പോൾ ഇയാളുടെ ദുരിതത്തിന് ഒരു അറുതിയും കാണുന്നില്ലെന്ന് മാത്രമല്ല, മേൽക്കുമേൽ ദുരിതം അയാളെ കൂടുതൽ ദുഃഖാകുലനാക്കുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ ദുഃഖം വന്ന് നിറയുന്നു. അപ്പം ഇത് തമ്മിൽ എന്താ പൊരുത്തപ്പെടാത്തത് എന്നുള്ളതിൻ്റെ ഒരു വലിയ സന്ദേഹം സ്വാഭാവികമായി പലരിലും ഉണ്ടായേക്കാം. അപ്പം ഇവിടെ ഭഗവാൻ അതിനെക്കുറിച്ച് പറഞ്ഞതാണ്, അവനവൻ്റെ കർമ്മഫലം നമ്മൾ അനുഭവിച്ച്, നമ്മൾ എന്തെല്ലാം ചെയ്താലും ഈ ഭൂമിയിൽ നമ്മൾ വന്ന് ഈ ജന്മം എടുത്ത്, ഈ മനുഷ്യജന്മം നമ്മൾ സ്വീകരിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതൊരു ജന്മം എടുത്താൽ, അതൊരു മനുഷ്യൻ്റെ ജന്മമെന്നല്ല, ഏതൊരു ജീവാത്മാവായി നമ്മൾ ഈ ഭൂമിയിൽ ഏതെങ്കിലും ഒരു രൂപത്തിൽ ജന്മം എടുത്താൽ ആ കർമ്മഫലം, അവനവൻ്റെ കർമ്മഫലം അനുഭവിച്ചേ തീരൂ. ആ കർമ്മഫലം ഈ കാലഘട്ടത്തിൽ ആവണമെന്നില്ല, മുൻ ജന്മത്തിൽ ഉണ്ടായതിൻ്റെ ബാക്കിയുമാകാം. അങ്ങനെ പലതും ഇവിടെ ഭഗവാൻ ഇതിനു മുമ്പും സൂചിപ്പിച്ചിട്ടുണ്ട്. ആര്യദഹയിലെ ഒരു പയ്യൻ്റെ കാര്യം പറഞ്ഞത്, അവൻ വളരെ ഈശ്വര ചിന്തയുള്ള ഒരു പയ്യനായിരുന്നു, പക്ഷെ എന്ത് ചെയ്യാം, അവൻ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞപ്പോഴാണ് ഭഗവാൻ അന്ന് ആ മറുപടി പറഞ്ഞത്. തീർച്ചയായിട്ടും അവൻ്റെ പ്രായം വളരെ കുറവാണ്, 10-12 വയസ്സേ ഉള്ളൂ. 12 വയസ്സിനിടയിൽ അവൻ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞാൽ 12 വർഷമേ അവൻ ജീവിക്കാൻ, ആ ആത്മാവിന് ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ അർത്ഥം അതിനു മുമ്പ് അവൻ്റെ പൂർണ്ണമായ ആയുർദൈർഘ്യം ചിലപ്പോൾ മുൻ ജന്മത്തിലായിരുന്നിരിക്കാം. അപ്പോൾ അതിൻ്റെ ബാക്കി ഇവിടെ വന്ന് അത് അവസാനിപ്പിക്കുകയാണ്. എന്നിട്ടും അവൻ്റെ കർമ്മഫലം തീർന്നില്ല. അതാണ് ആത്മഹത്യയിലേക്ക് പോകാൻ കാരണം. അപ്പോൾ ഇത്തരം ജീവൻ്റെ ഒരു സഞ്ചാരത്തെക്കുറിച്ച് നമുക്ക് അജ്ഞാതമായ ചില മേഖലകളിലൂടെയാണ് നമ്മുടെ ജന്മങ്ങൾ തുടർന്ന് പോകുന്നത് എന്ന് ആ ഭാഗത്ത് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളോട്. അതാണ് ഇവിടെ അവനവൻ്റെ കർമ്മഫലത്തെക്കുറിച്ച് ഈ അധ്യായത്തിലും ഭഗവാൻ പറയുന്നത്. പക്ഷേ ഇവിടെ ഭഗവാൻ കുറെ കൂടെ ഭംഗിയായിട്ട് ചില ഉദാഹരണങ്ങൾ തന്നെ. അതിലേറ്റവും മനോഹരമായ ഒരു ഉദാഹരണം ദേവകിയുടെ കാര്യം പറയുന്നതാണ്. ശ്രീകൃഷ്ണന്റെ മാതാവ് ദേവകി ശ്രീകൃഷ്ണനെ ജന്മം നൽകി കഴിഞ്ഞിട്ടും കാരാഗ്രഹവാസം കഴിഞ്ഞില്ല. അതാണ് അതിനകത്ത്. ഈ കാരാഗ്രഹത്തിൽ വച്ച് സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ ദർശനമുണ്ടായി. കാരാഗ്രഹത്തിൽ വച്ചാണ് ദേവകിക്കും വസുദേവർക്കും സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ ദർശനമുണ്ടാകുന്നതും ഭഗവാൻ ഇനി വരാൻ പോകുന്ന സംഭവങ്ങളെക്കുറിച്ച് വിവരിക്കുന്നതുമല്ല. അങ്ങനെ ഈശ്വര ദർശനം, മഹാവിഷ്ണുവിൻ്റെ ആ ദർശനം നേരിട്ട് കിട്ടിയിട്ടും ദേവകിക്ക് ജയിൽ മോചിതയാകാൻ കഴിഞ്ഞില്ല. ആ കാരാഗ്രഹത്തിൽ നിന്ന് ഈശ്വരൻ എന്താ ബുദ്ധിമുട്ടാണ്? ദേവകിയെ ആ കാരാഗ്രഹത്തിൽ വെച്ച് തന്നെ ഈ 8 പ്രസവങ്ങൾക്കും ആ കാരാഗ്രഹം തന്നെ തിരഞ്ഞെടുത്ത് ആ ദുര്യോഗത്തിൽ കഴിയണമെന്ന് ഈശ്വരൻ എന്തെങ്കിലും നിർബന്ധമാണ്? അവിടെയാണ് ദേവകിയുടെ കർമ്മഫലത്തിൻ്റെ ബാക്കി കിടക്കുന്നത്. അപ്പം അതാണ് ഭഗവാൻ ഇവിടെ സൂചിപ്പിച്ചത്. ദേവകിക്ക് കാരാഗ്രഹത്തിൽ ഭഗവത് അനുഗ്രഹം ഉണ്ടായിട്ടും മോചനം കിട്ടിയില്ല എന്ന് പറയുന്നുണ്ട് ഇവിടെ. അത് എന്താണ് പ്രാരാബ്ധ കർമ്മത്തിൻ്റെ അനുഭവം അത്രയ്ക്ക് നാളെ, അതായത് പ്രാരാബ്ധ കർമ്മത്തിൻ്റെ അനുഭവം ആർക്കെത്ര നാളേക്ക് കർമ്മം അനുഭവിക്കാനുണ്ടോ അത്രയും നാൾ ദേഹം ധരിക്കേണ്ടതുണ്ട്. അപ്പോൾ
എന്നിട്ട് ഭഗവാൻ തമാശയ്ക്കൊരു ഒരു പൊട്ടക്കണ്ണൻ ഗംഗാസ്നാനം ചെയ്തു. അപ്പം ഗംഗാസ്നാനം ചെയ്തപ്പോൾ പാപമെല്ലാം തീർന്നു എന്ന് വിചാരിച്ചു. എന്നാൽ ഗംഗാസ്നാനം കഴിഞ്ഞ് പുറത്തേക്ക് വന്നപ്പോൾ അയാൾ അപ്പോഴും പൊട്ടക്കണ്ണനായിട്ട് തന്നെയാണ് തുടർന്നത്. അയാളുടെ അന്ധത മാറിയില്ല. ഇത് കേട്ടപ്പോൾ എല്ലാവരും ചിരിച്ചു. ഇതാണ് നമ്മൾ ഇപ്പോൾ തീർത്ഥജലത്തിൽ പോയി നമ്മൾ സ്നാനം ചെയ്തത് കൊണ്ടോ അല്ലെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും തരത്തിൽ അനുഷ്ഠാനങ്ങൾ നടത്തിയത് കൊണ്ടോ നമ്മുടെ പ്രാരാബ്ധങ്ങൾ മാറുന്നില്ല എന്ന് ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട്. അത് കൂടാതെ തന്നെ മറ്റൊരു ഉദാഹരണം പറയുന്നുണ്ട്. ഈശ്വരപ്രീതി കിട്ടിയ ഒരു വിറക് വെട്ടുകാരനായ പരമഭക്തന്റെ കഥയും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് നമ്മളോട്. ഒരു വിറക് വെട്ടുകാരൻ, അയാൾ പരമഭക്തനാണ്, അയാൾക്ക് ഭഗവതിയുടെ ദർശനം കിട്ടി, ഈശ്വര സാക്ഷാത്കാരം വരെ കിട്ടി. അവനിൽ വലിയ പ്രീതിയും കരുണയും ഈ ദേവി കാണിച്ചു. എന്നിട്ടും അയാളുടെ വിറക് വെട്ടുന്ന വേല അവസാനിച്ചില്ല. അതിൽ നിന്ന് അയാൾക്കൊരു മോചനം ഉണ്ടായില്ല. പിന്നെയും പഴയപടി വിറക് വെട്ടി തന്നെ കഴിഞ്ഞു കൂടേണ്ടിയിരുന്നു. അപ്പം ഇതാണ് നമ്മുടെ ആ കർമ്മഫലത്തിൻ്റെ തുടർച്ചയാണത്. അതുകൊണ്ട് ഈശ്വര ദർശനം ഉണ്ടായതുകൊണ്ട് നമ്മുടെ കർമ്മഫലം തീരുന്നില്ല. കർമ്മഫലം ഏതൊരു ജന്മത്തിലും ഏതൊരു ജീവനും അനുഭവിച്ചേ മതിയാവൂ. എന്നാൽ ഈ കർമ്മഫലത്തെ ഈശ്വര സാക്ഷാത്കാരത്തിലൂടെ കൂടുതൽ ഈ കർമ്മഫലത്തിൻ്റെ രൂക്ഷത നമ്മൾ അറിയാതെ പോകുന്നു എന്നുള്ളതാണ് ഈശ്വര സാക്ഷാത്കാരം അല്ലെങ്കിൽ ഈശ്വര ഭജനം കൊണ്ട് ലഭിക്കുന്നത്. അതിൻ്റെ രൂക്ഷത അറിയുന്നില്ല. അതാണ് അതിനകത്ത് ഏറ്റവും വലിയ. ഇപ്പോൾ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടിന് വാതരോഗം വന്ന് അവിടെ ഗുരുവായൂരിൽ വന്ന് കിടക്കേണ്ടി വന്നു എന്നുള്ളതാണ്. പക്ഷെ ആ ഒരു വാതരോഗിയായി കിടന്നിരുന്നു എങ്കിൽ അനുഭവിക്കേണ്ടി വരുന്ന വേദന, അത് നേരിട്ട് അറിയേണ്ടി വരുന്ന വേദന, ആ വേദനയെ ഭഗവാൻ ശ്രീകൃഷ്ണൻ അനുഭവേദ്യമാക്കാതെ മുന്നോട്ട് കൊണ്ടുപോയി. ആ രൂക്ഷത അനുഭവിക്കേണ്ടി വന്നു, പക്ഷെ രൂക്ഷത അനുഭവിക്കേണ്ടി വന്നില്ല. കാരണം അതിനുള്ള പ്രതിവിധിയാണ് മീൻ തൊട്ട് കൂട്ടിക്കോളാൻ ഉള്ള ആ അറിയിപ്പ് കിട്ടുന്നത്. അപ്പോൾ ആ നാരായണീയത്തിൻ്റെ രചനയിൽ ശ്രദ്ധിച്ചിരിക്കുമ്പോൾ തൻ്റെ പ്രാരാബ്ധങ്ങളോ ദുഃഖങ്ങളോ ഒന്നും തന്നെ, അല്ലെങ്കിൽ തൻ്റെ വേദനയോ വാതരോഗ സംബന്ധമായ വേദനയോ ഒക്കെ ഭട്ടതിരിപ്പാട് മറന്നു പോകുന്നു എന്ന് മാത്രമല്ല, പിന്നീട് ഒരു മനുഷ്യ കുലത്തിന് ജന്മാന്തരങ്ങളായി മനുഷ്യകുലത്തിന് അതിൻ്റെ മോചനം കിട്ടാൻ, ഇതേ വേദനകൾ അനുഭവിക്കുന്ന മനുഷ്യകുലത്തിന് മോചനം കിട്ടത്തക്ക രീതിയിലുള്ള ഒരു മഹത് കൃതി, ഭഗവാന്റെ നാമങ്ങൾ ഉള്ള നാരായണീയവും സമ്മാനിക്കപ്പെട്ടു. അപ്പം മേൽപ്പത്തൂരിൻ്റെ വാതരോഗം മാത്രമല്ല, പിന്നീട് വരുന്ന ഗുരുവായൂർ ദർശനം നടത്തുകയോ ഗുരുവായൂരപ്പനെ ആശ്രയിക്കുകയോ ചെയ്യുന്നവരുടെ മുഴുവനും വേദനകളും ഈ നാരായണീയൻ എന്ന ആ ഒറ്റ ഗ്രന്ഥത്തിലൂടെ മനുഷ്യകുലത്തിൽ ഓരോരുത്തർക്കും ആ വേദന സംഹാരിയായി ആ നാരായണീയം മാറുന്നു. പക്ഷെ വേദന ഇല്ലാതാകുന്നില്ല, അത് എല്ലാവർക്കും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ആ വേദനയ്ക്ക് ഒരു ശമനം വരുത്താനുള്ള നാരായണീയം നമ്മുടെ കയ്യിലുണ്ട്. അത് നമ്മൾ വായിക്കുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ വേദന മറക്കുന്നു. അല്ലെങ്കിൽ ഭാഗവതം നമ്മൾ വായിക്കുന്നു, അല്ലെങ്കിൽ ഭാഗവതം കേൾക്കുന്നു. അപ്പോൾ നമ്മുടെ ആ ഭാഗവത കേൾക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് അതിൻ്റെ ലഘൂകരിക്കപ്പെടുന്നു. അല്ലാതെ കർമ്മഫലം അനുസരിച്ചുള്ളത് നമ്മൾക്ക് അനുഭവിച്ചേ പറ്റൂ. ഭാഗവത ഈ സപ്താഹ ശ്രവണത്തെക്കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഭഗവത് കഥകൾ നമ്മളിപ്പോൾ നമ്മളിപ്പോൾ ഈ വചനാമൃതം നമ്മൾ പറയുകയും കേൾക്കുകയും ചെയ്യുകയാണ്. പരസ്പരം നമ്മളെല്ലാം കൂടെ ഒന്നിച്ചിരുന്ന് പറയുകയും കേൾക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ഭഗവത് കഥയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് പ്രത്യേകം പറയുന്നുണ്ട് ഈ ശ്രവണത്തെക്കുറിച്ചിട്ട്. അതായത് ഈ ശ്രവണം രണ്ട് തരത്തിലാണ്. ഒന്ന് ഈ അർത്ഥശ്രവണവും മറ്റൊന്ന് ലക്ഷ്യശ്രവണവും. അങ്ങനെ രണ്ട് തരം ശ്രവണങ്ങളാണ് ഉള്ളത്, അർത്ഥശ്രവണവും ലക്ഷ്യശ്രവണവും. അർത്ഥശ്രവണം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു ഭാഗവതം 7 ദിവസം ഭാഗവത പാരായണം കേൾക്കാൻ ചെന്നിരിക്കുമ്പോൾ അതിൻ്റെ വേർഡ് ബൈ വേർഡ് മീനിങ് ഗ്രഹിച്ച് മനസ്സിലാക്കി ആനന്ദം കൊള്ളുന്നു. ഇതാണ് അർത്ഥശ്രവണത്തിൻ്റെ ഗുണം. അർത്ഥശ്രവണത്തിൽ ആ നിമിഷത്തിൽ ലഭിക്കുന്ന ആനന്ദത്തിലേക്കാണ് ഭക്തൻ പോകുന്നത്. ആ അർത്ഥം ശ്രവിച്ച് അത് മനനം ചെയ്ത് ആ അർത്ഥത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അത് ആ ഓരോ ദിവസവും ഭഗവാന്റെ ആ ഓരോ കഥകൾ കേട്ട് അത് മനസ്സിൽ കണ്ട് അതിൻ്റെ അർത്ഥതലങ്ങളിലൂടെ സഞ്ചരിച്ച് അയാൾ മുക്തനാകുന്നു. മുക്തി എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്, പക്ഷെ അതിൻ്റെ വഴി വ്യത്യാസം.
അതേസമയം ലക്ഷ്യശ്രവണം എന്ന് പറയുമ്പോൾ ആ 7 ദിവസം അവിടെ എന്താണോ എന്നുള്ളതല്ല ആ ഭക്തൻ ശ്രവിക്കുന്നത്. ആ ശ്രവണം കൊണ്ട് അയാൾ അർത്ഥമാക്കുന്നത്, അല്ലെങ്കിൽ അയാൾ അവിടെ ഇരുന്ന് ആ ഭക്തൻ കേൾക്കുന്നത്, ആ 7 ദിവസവും തുടരെ ഇരുന്ന് കേൾക്കുന്നത് അവിടെ അന്നത്തെ ഓരോ ദിവസവും നടക്കുന്ന പ്രഭാഷണങ്ങളെ അല്ല കേൾക്കുന്നത്, മറിച്ച് ഈ ഭാഗവത കേൾവി കൊണ്ട് എന്താണോ ലക്ഷ്യമാക്കുന്നത് ആ ലക്ഷ്യത്തിലേക്കാണ് അയാൾ പോകുന്നത്. അയാൾക്ക് ആ പ്രസൻറ്റ് സിറ്റുവേഷനിലുള്ള ശ്രവണമല്ല അയാളെ ആനന്ദിപ്പിക്കുന്നത്, പകരം അതിൻ്റെ ലക്ഷ്യപ്രാപ്തി എന്താണോ ആ ലക്ഷ്യപ്രാപ്തിയിലേക്ക് താൻ നടന്നെടുക്കുന്നു എന്ന ഒരു സന്തോഷമാണ്, അല്ലെങ്കിൽ ആനന്ദമാണ് ആ കേൾവിക്കാരനുണ്ടാകുന്നത്. ഏതു തരം കേൾവിക്കാരനായാലും ഗുണം ഒന്ന് തന്നെ. ഇനി ഇതൊന്നും കേൾക്കാത്തവരുമുണ്ട്, ഭാഗവതം കേൾക്കുന്നേ ഇല്ല, എന്നാൽ ആ സ്ഥലത്ത് അയാൾ ഉണ്ട്, പക്ഷെ അയാൾ കേൾക്കുന്നില്ല, അയാൾ ശ്രദ്ധിക്കുന്നില്ല, എന്നാലും മുക്തനാണ്. കാര്യം അയാൾ അറിയാതെ തന്നെ അയാളുടെ ആന്തരിക ചോദനയിലേക്ക് ആ ഭാഗവതം കയറുന്നുണ്ട്. അപ്പോൾ അയാൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ, അതിൻ്റെ സന്തോഷം അയാൾ അനുഭവിക്കുന്നില്ല, സുഖം അനുഭവിക്കുന്നില്ല എന്ന് മാത്രം. പക്ഷെ അയാൾക്കതിൻ്റെ ഫലം ലഭിച്ചുകൊണ്ട് ആ ജീവൻ ആ ഫലം കിട്ടുന്നുണ്ട്, ആ ഉള്ളിലുള്ള ജീവന് അതിൻ്റെ ആ ഫലം കിട്ടുന്നുണ്ട് എന്നാണ് ഇത്തരം ഇതിൽ. അപ്പം അതാണ് ഇവിടെ നമ്മുടെ ഓരോരുത്തരെയും കർമ്മഫലമാണ് നമ്മെ ഈ ശ്രവണത്തിന് സഹായിക്കുകയും, അല്ലെങ്കിൽ ഇതുപോലെ ഈ കഥകൾ നമ്മൾ കേൾക്കാനും മനനം ചെയ്യാനും ഉള്ളത് നമ്മുടെ ഓരോരുത്തരെയും അവനവൻ്റെ കർമ്മഫലമാണ്. അതാണ് ഭഗവാൻ ഈ ഭാഗത്ത് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നതായിട്ട് നമുക്ക് കാണാം. ഇനി അത് തന്നെ ഭഗവാൻ വീണ്ടും ഒന്നുകൂടെ ഈ ഭാഗത്ത് കൂടുതൽ മാസ്റ്ററോട് വിവരിച്ചു കൊടുക്കുന്ന ഒരു ഭാഗം കൂടെ ഉണ്ട്. അതായത് ദേഹത്തിൻ്റെ സുഖദുഃഖങ്ങൾ എന്തൊക്കെയായാലും ഭക്തൻ എപ്പോഴും ജ്ഞാനത്തിൻ്റെയും ഭക്തിയുടെയും ഐശ്വര്യമുണ്ടായിരിക്കും. ദേഹത്തിൻ്റെ സുഖദുഃഖങ്ങളാണ് നമ്മെ എപ്പോഴും ശ്രദ്ധാലുവാക്കുന്നത്. കാര്യം നമ്മൾ അതിൻ്റെ ഫലം ശ്രദ്ധിക്കുന്നത് നമ്മുടെ ദേഹത്തിൻ്റെ സുഖവും ദുഃഖവും വെച്ചിട്ടാണ്. ഞാൻ എത്രമാത്രമാണ് നമ്മുടെ ഈ പാരായണത്തിലൂടെയോ ഈ ശ്രവണത്തിലൂടെയോ അല്ലെങ്കിൽ ഈശ്വരാരാധനയിലൂടെയോ എനിക്ക് എന്ത് നേട്ടം കിട്ടി, അല്ലെങ്കിൽ എന്ത് ഗുണം ഞാൻ അനുഭവിക്കുന്നു എന്നുള്ളത് നമ്മെ ബോധ്യപ്പെടുന്നത് ദേഹസുഖ ദുഃഖങ്ങളെ ആശ്രയിച്ചാണ് സാധാരണ രീതിയിൽ. പക്ഷേ ജ്ഞാനത്തിൻ്റെയും ഭക്തിയുടെയും ഐശ്വര്യം അവനിൽ ലഭിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ആ ഒരു ഡെപ്പോസിറ്റ്, ജ്ഞാനം മുഖേനയും ഭക്തി മുഖേനയും അവൻ്റെ ജന്മത്തിൽ ലഭിക്കുന്ന ഡെപ്പോസിറ്റ്, അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ലാഭം അവൻ ആ പ്രസൻറ്റ് സിറ്റുവേഷനിൽ അറിയുന്നില്ലെന്ന് മാത്രം. ഈ ഐശ്വര്യം ഒരിക്കലും വിട്ടുപോവുകയില്ല. അതേസമയം ഈ സുഖദുഃഖങ്ങൾ, ദേഹസംബന്ധിയായ സുഖദുഃഖങ്ങൾ നമ്മൾ ഇത്തരം ആരാധനാക്രമത്തിലൂടെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും സ്ഥായിയായി നിലനിൽക്കണമെന്നില്ല. പക്ഷേ ജ്ഞാനത്തിലൂടെയും ഭക്തിയിലൂടെയും വന്നിരിക്കുന്ന ആ സുഖം, അത് ആ ഐശ്വര്യം ഒരിക്കലും നമ്മെ വിട്ടുപോകുന്നില്ല. അപ്പോൾ നമുക്ക് വേണ്ടത് ഭക്തിയുടെയും അതേപോലെ ജ്ഞാനത്തിൻ്റെയും ഐശ്വര്യമാണ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ വചനാമൃത പാരായണം നോക്കുമ്പോൾ ഇവിടെ ഒരു ജ്ഞാനത്തിൻ്റെയും ഭക്തിയുടെയും അംശമാണ് നിൽക്കുന്നത്. കാരണം ഇത് കേൾക്കുമ്പോൾ, ഈ ഗ്രന്ഥം വായിക്കുമ്പോൾ ഭഗവാന്റെ ആ സംഭാഷണങ്ങളെ, ആ അമൃതമൊഴികളെ നമ്മൾ ആ പ്രത്യേക സമയത്തിരുന്ന് കേൾക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഭക്തിയുടെ അംശവും അതിലൂടെ ഭഗവാൻ നമ്മളെ ബോധ്യപ്പെടുത്ത ജ്ഞാനത്തിൻ്റെ അംശവുമാണ് യഥാർത്ഥത്തിൽ വചനാമൃതത്തെ വായിച്ചു മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന സുഖം. അതെത്ര മുന്നോട്ട് പോയാലും ആ സുഖം നമ്മളെ ഒരിക്കലും വിട്ടുപിരിയില്ല. അല്ലാതെ നമ്മൾ നേടുന്ന സമ്പത്തിൻ്റെയോ മറ്റ് സുഖസൗകര്യങ്ങളുടെയോ കാര്യം വചനാമൃത വായനയുടെ ഭാഗമാകുന്നതേയില്ല. പാണ്ഡവന്മാർക്ക് ഭഗവാൻ ഇവിടെ തുടർന്ന് പറയുകയാണ്, പാണ്ഡവന്മാർക്ക് എന്തെല്ലാം ആപത്തുകൾ വന്നു, എന്നാലും ഈ വിപത്തുകളിലും അവരുടെ ഈശ്വരബോധം ഒരിക്കലും വിട്ടുപോയിട്ടില്ല. അവരെപ്പോലെ ജ്ഞാനവും ഭക്തിയുമുള്ള ആളുകളെ എവിടെ കിട്ടും? ഈ ജ്ഞാനത്തിൻ്റെയും ഭക്തിയുടെയും പ്രത്യേകത അല്ലാതെ ദേഹസുഖത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ആ ദേഹസുഖ ലക്ഷ്യം, അതുപോലല്ല ജ്ഞാനത്തിൻ്റെയും ഭക്തിയുടെയും അംശം കൂടുതൽ ഉള്ളതുകൊണ്ടാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ കൂടെ ഉണ്ടായിരുന്നിട്ടും ഏറ്റവും കൂടുതൽ വിപത്തുകൾ നേരിട്ട പാണ്ഡവർക്ക് തങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ആ വിപത്തുകളായിട്ട് തോന്നിയില്ല. അതുകൊണ്ടാണല്ലോ കുന്തി അവസാനം പറഞ്ഞു, ഞങ്ങൾക്ക് ഇനിയും കൂടുതൽ വിപത്തുകൾ ദുഃഖങ്ങളും ഭഗവാനെ അങ്ങ് തരണം,
അപ്പോൾ മാത്രമാണ് അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുള്ള ആഗ്രഹം ഞങ്ങൾക്കുണ്ടാവുകയുള്ളൂ. അങ്ങയെ ഞങ്ങൾ വിളിക്കുകയുള്ളൂ കൃഷ്ണ എന്ന് കുന്തി പറയുന്നതിൻ്റെ ഒരു സാങ്കത്യം അതാണ്. അതാണ് ഭഗവാൻ ഇവിടെ ശ്രീരാമകൃഷ്ണദേവനും അത് പറഞ്ഞത്. അവരുടെ ഈശ്വരബോധം ഒരിക്കലും അവരിൽ നിന്ന് വിട്ടുപോയിട്ടില്ല. ഈ എന്തെല്ലാം പ്രാരാബ്ധങ്ങളുണ്ടായപ്പോഴും, ദുഃഖങ്ങളുണ്ടായപ്പോഴും, കുടുംബം വിട്ടുപോകേണ്ടി വന്നപ്പോഴും, കാട്ടിൽ അലയേണ്ടി വന്നപ്പോഴും, യുദ്ധം ചെയ്യേണ്ടി വന്നപ്പോഴും, കൊച്ചുമക്കളെല്ലാം ആ യുദ്ധത്തിൽ ജീവൻ നഷ്ടപ്പെട്ടപ്പോഴും ഒക്കെ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈശ്വരബോധം ഒരിക്കലും അവരെ വിട്ടുപോകാതിരുന്നു എന്നുള്ളതാണ് പാണ്ഡവർക്ക് ലഭിച്ച ഏറ്റവും വലിയ പുണ്യമായിട്ട് ശ്രീരാമകൃഷ്ണദേവൻ ഇവിടെ പറയുന്നത്. അതാണ് ഈ കർമ്മഫലത്തിൻ്റെ ഒരു ഉദാഹരണമായിട്ട് ഈ ഭാഗത്ത് ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നത്. അങ്ങനെയാണ് അധ്യായം 3 ഈ ഭാഗം പ്രവേശിക്കുന്നത്. അപ്പോൾ ഈ 3-ാം ഭാഗം ആരംഭിക്കുമ്പോൾ, അധ്യായം 3 ആരംഭിക്കുമ്പോൾ നമുക്കവിടെ കാണാം, ആ സമയത്ത് നരേന്ദ്രനും ശ്രീ വിശ്വനാഥ ഉപാധ്യായനും വന്നു ചേർന്നു. വിശ്വനാഥൻ നേപ്പാൾ രാജാവിൻ്റെ വക്കീൽ, രാജപ്രതിനിധിയാകുന്നു. വിശ്വനാഥ ഉപാധ്യായനെ കുറിച്ച് മുമ്പ് നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്, ആ കഥ പറഞ്ഞിട്ടുള്ളതാണ്. എങ്കിലും ഒന്ന് സൂചിപ്പിക്കാം. വിശ്വനാഥ ഉപാധ്യായൻ്റെ ആ പരാമർശത്തോടുകൂടി ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്, ഇവിടെ പറഞ്ഞിരിക്കുന്നത് നേപ്പാൾ രാജാവിൻ്റെ വക്കീൽ എന്നാണ്. അപ്പോൾ രാജപ്രതിനിധി, അതായത് ഗവർണറാണ്. നേപ്പാൾ രാജാവിൻ്റെ ബംഗാളിലെ പ്രതിനിധിയാണ് വിശ്വനാഥ ഉപാധ്യായൻ. വിശ്വനാഥ ഉപാധ്യായനെക്കുറിച്ച്, വിശ്വനാഥ ഉപാധ്യായൻ ഭഗവാന്റെ ഭക്തനാകുന്നതിന് ഒരു കാരണമുണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹം നേപ്പാൾ രാജാവിൻ്റെ ഈ ബംഗാളിൻ്റെ പ്രതിനിധിയായിട്ട്, ഗവർണറായിട്ട് ഇവിടെ സ്ഥാനത്തിരിക്കുമ്പോൾ, വളരെ ഉയർന്ന തലത്തിലുള്ള ഒരു വലിയ ഒരു സ്ഥാനം, നമ്മൾ ഇന്നത്തെ ഗവർണർ എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ. ഇയാൾക്കുള്ള ഈ വലിയ ഉയർച്ചയിലൊക്കെ അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്ന ഒരുപാട് മറ്റുള്ള സഹപ്രവർത്തകരൊക്കെ ഉണ്ട്, ധാരാളം. അപ്പോൾ ഇയാളാണ് നേപ്പാളിലേക്ക് ആവശ്യമായ ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ, ധാന്യങ്ങളും മറ്റും, അതായത് നമ്മളിപ്പോൾ നമ്മുടെ ഒരു ഉദാഹരണം എടുത്താൽ ഫുഡ് കോർപ്പറേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ഫുഡ് കോർപ്പറേഷൻ്റെ മുഴുവൻ ചുമതലയും വിശ്വനാഥ ഉപാധ്യായനായിരുന്നു. അപ്പോൾ കൽക്കട്ട പോർട്ടിലെ കപ്പലിലാണ് ഈ നേപ്പാളിലേക്ക് ആവശ്യമായ ഭക്ഷണ പദാർത്ഥങ്ങൾ അയക്കുന്നത്. കൽക്കട്ടയിൽ നിന്നാണ്, അവിടുത്തെ പോർട്ടിൽ നിന്നാണ് കപ്പലിൽ അയച്ചു കൊടുക്കേണ്ടത്. അത് സംഭരിക്കുന്നത് മുഴുവൻ ഇവിടെ കൽക്കട്ടയിലാണ്, എന്നിട്ട് നേപ്പാളിലേക്ക് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുക. ഇതിൻ്റെ മുഴുവൻ ചുമതലയും വിശ്വനാഥ ഉപാധ്യായനായിരുന്നു. ഈ സമയത്താണ് ഒരു വലിയ വെള്ളപ്പൊക്കം ഉണ്ടായത്. ഈ വെള്ളപ്പൊക്കത്തിൽപ്പെട്ട് ഈ ഗാരേജ് മുഴുവൻ, ഈ ഭക്ഷ്യപദാർത്ഥങ്ങൾ സംഭരിച്ചു വച്ചിരുന്ന ഗാരേജ് മുഴുവനും, ആ സ്റ്റോർ മുഴുവനും മുങ്ങിപ്പോയി, വെള്ളം കയറി നശിച്ചുപോയി. അങ്ങനെ മുഴുവൻ ഭക്ഷ്യപദാർത്ഥങ്ങളും ചാക്കുകളും എല്ലാം നശിച്ചു പോവുകയും നേപ്പാളിലേക്ക് സമയത്തിന് ഭക്ഷണം, ഈ ഇത് അയച്ചു കൊടുക്കാൻ വയ്യാത്ത ഭക്ഷണധാന്യങ്ങൾ അയച്ചു കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് നേപ്പാളിൽ വലിയ ദാരിദ്ര്യത്തിന് അതിനിടയാക്കി. അപ്പോൾ അത് വിശ്വനാഥ ഉപാധ്യായൻ്റെ കഴിവുകേടാണ് എന്ന് ആ ഭരണതലത്തിലുള്ളവരെല്ലാവരും ഒരു പരാതിയായി നേപ്പാൾ രാജാവിനെ ബോധ്യപ്പെടുത്തുകയും നേപ്പാളിലുണ്ടായ ആ വലിയ പട്ടിണിയുടെയും ദാരിദ്ര്യത്തിൻ്റെയും ഫലമായി അതിനെല്ലാം കാരണക്കാരൻ വിശ്വനാഥ ഉപാധ്യായനാണ് എന്ന് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നേപ്പാൾ രാജാവ് ഇദ്ദേഹത്തെ ഉദ്യോഗത്തിൽ നിന്ന് പിരിച്ചുവിട്ടു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വിശ്വനാഥ ഉപാധ്യായൻ ആ മനസ്സമാധാനമില്ലാതെ, ഇങ്ങനെ നമ്മുടെ മാസ്റ്റർ മഹാശയൻ മനസ്സമാധാനമില്ലാതെ അലഞ്ഞപ്പോൾ എങ്ങനെയാണോ ദക്ഷിണേശ്വരത്ത് എത്തിയത്, അതേപോലെയാണ് വിശ്വനാഥ ഉപാധ്യായനും ദക്ഷിണേശ്വരത്ത് എത്തുന്നത്. ദക്ഷിണേശ്വരത്ത് വന്ന് ശ്രീരാമകൃഷ്ണദേവനെ കണ്ടു, സംസാരിച്ചു. എല്ലാം കഴിഞ്ഞപ്പോൾ തൻ്റെ വിഷമങ്ങളെല്ലാം വിശ്വനാഥ ഉപാധ്യായൻ ശ്രീരാമകൃഷ്ണദേവനോട് പറഞ്ഞ സന്ദർഭത്തിൽ ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു, ഒന്നുകൊണ്ടും പേടിക്കണ്ട, നിങ്ങൾ എന്താണ് സംഭവിച്ചത് എന്ന് സത്യസന്ധമായിട്ട് നേപ്പാൾ രാജാവിൻ്റെ അടുത്ത് ചെന്ന് അവതരിപ്പിക്കാൻ പറഞ്ഞു. അവതരിപ്പിച്ചിട്ട് വരും, ബാക്കി എന്താണെന്ന് നമുക്കപ്പോൾ കാണാം എന്നാണ് ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞത്.
ഇത് കേട്ടപ്പോൾ അയാൾക്കൊരു വലിയ ധൈര്യം വന്നു. അങ്ങനെയാണ് വിശ്വനാഥ ഉപാധ്യായ നേപ്പാളിൽ ചെന്ന് രാജാവിനെ നേരിട്ട് കണ്ട് സ്ഥിതിഗതികളെല്ലാം വിവരിച്ചു, തെളിവ് സഹിതം വിവരിച്ചു. അപ്പോഴാണ് രാജാവിനത് ഒരു വലിയ റിഗ്രറ്റ് ഉണ്ടായത്, ഒരു കുറ്റബോധം വന്നു. താൻ ഈ മനുഷ്യനെ തെറ്റിദ്ധരിച്ചല്ലോ, ഈ മനുഷ്യൻ അവിടെ ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളുടെ ആ നന്മ തനിക്ക് തിരിച്ചറിയാൻ പറ്റാത്തത് ഈ ഉപജാപക സംഘത്തിൻ്റെ വാക്ക് കേട്ടിട്ടല്ലേ എന്ന് വന്നപ്പോൾ രാജാവിന് വലിയ ദുഃഖമുണ്ടാകുകയും രാജാവ് അദ്ദേഹത്തിന് എന്ത് സ്ഥാനമാണോ നൽകിയത് അതിനേക്കാളും ഉയർന്ന തലത്തിലുള്ള ഒരു പോസ്റ്റിലേക്ക് നിയമിച്ചു. അങ്ങനെ വലിയ ഉയർന്ന നിലയിലേക്ക് എത്തിയ ഒരു ആളാണ് വിശ്വനാഥ ഉപാധ്യായൻ. ഈ സ്ഥാനലബ്ധി കിട്ടിയതും അദ്ദേഹം ഓടി വന്നത് ദക്ഷിണേശ്വരത്തേക്കാണ്. ഭഗവാന്റെ ആ വാക്ക് താൻ കേട്ടതുകൊണ്ടാണ് തനിക്ക് ഇത്രമേൽ ഒരു എന്താ പറയുക, ഒരു വലിയ ഭാഗ്യമുണ്ടായത് എന്ന് വിശ്വനാഥ ഉപാധ്യായൻ വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വനാഥ ഉപാധ്യായനെ സംബന്ധിച്ച് ഭഗവാനോട് പിന്നെ സമ്പൂർണ്ണമായി, പ്രത്യേകിച്ച് അയാൾക്ക് അധികാരമുണ്ട്, കൂടുതൽ കൂടുതൽ സ്വാതന്ത്ര്യത്തോടു കൂടിയുള്ള അധികാരം കൂടെ വന്നപ്പോൾ വിശ്വനാഥ ഉപാധ്യായൻ തൻ്റെ പൂർണ്ണമായ സമയവും ഭഗവാന് വേണ്ടി, ഭഗവാന്റെ സേവയ്ക്ക് വേണ്ടി നല്ല രീതിയിൽ ഉപയോഗിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഭഗവാന് വേണ്ടി മാത്രമല്ല, ശാരദാദേവിക്ക് വേണ്ടിയും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത വലിയൊരു മഹാഭക്തനാണ് വിശ്വനാഥ ഉപാധ്യായൻ. ശാരദാദേവി ഈ നഹബത്തിൽ താമസിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു സംഭവം ഉണ്ടായത്, നഹബത്തിൽ വളരെ സൗകര്യം കുറവാണ്. അപ്പോൾ ദേവിക്ക് അവിടെ താമസ സൗകര്യം, നഹബത്തിനെ കുറിച്ച് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ്. കാര്യം ഒരു 5 അടി പോലും വീതി നീളമില്ലാത്ത ഒരു ചെറിയ മുറിയാണ്. അതാകെ ഉപയോഗിക്കാൻ പറ്റുന്നത് ദീപാരാധന സമയത്ത് വാദ്യ ഉപകരണം വായിക്കാനുള്ളൊരു സ്ഥലം മാത്രമാണത്. ആ സ്ഥലത്താണ് ശാരദാദേവി താമസിക്കുകയും ഭഗവാനോടൊപ്പം ദക്ഷിണേശ്വരത്ത് തൊട്ടടുത്ത് താമസിക്കുന്നതും അവിടെ ഇരുന്നാണ് ഭഗവാന് വേണ്ടിയും അവിടെ വരുന്നവർക്ക് വേണ്ടിയുള്ള ഭക്ഷണം പാചകം ചെയ്യുന്നതും. അവിടെയാണെങ്കിൽ അതിന് ചുറ്റുപാടൊന്നും ഇപ്പോൾ ടോയ്ലറ്റ് സൗകര്യമൊന്നും ഇല്ല. അപ്പോൾ ദേവി എത്രമാത്രം ബുദ്ധിമുട്ടിയായിരിക്കും ആ ക്ഷേത്ര പ്രമിസിസിൽ ജീവിച്ച ഒരു സ്ത്രീ എത്രമാത്രം ബുദ്ധിമുട്ടിയിരിക്കുമെന്ന് ആലോചിച്ചാൽ മാത്രം മതി. എങ്ങനെയായിരിക്കും ദേവി അവിടെ അത്രയും ബുദ്ധിമുട്ട് ജീവിച്ചത് എന്നുള്ളത് ആലോചിച്ചാൽ മാത്രം മതി. ഇന്നത്തെ കാലത്ത് നമുക്കത് വളരെ പെട്ടെന്ന് ആലോചിച്ചാൽ മനസ്സിലാവും. അവിടെയാണ് ദേവി ദീർഘകാലം ഭഗവാന് വേണ്ടി ജീവിച്ചതെന്ന് ആലോചിക്കുക. അപ്പോൾ ഈ വിശ്വനാഥ ഉപാധ്യായനും ശംഭു ചരൺ മല്ലിക്കും നമ്മുടെ ദക്ഷിണേശ്വരം ക്ഷേത്രത്തിന് തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഇവർക്ക് രണ്ടുപേർക്കും പെട്ടെന്ന് മനസ്സിലായി ശാരദാദേവി എത്രമാത്രം ഈ കാര്യത്തിൽ വിഷമിക്കുന്നുണ്ടാകും എന്ന് അവർക്ക് ഊഹിക്കാൻ കഴിയും. അപ്പം ശംഭു ചരൺ മല്ലിക്കിനൊരു ആഗ്രഹം, ദേവിക്ക് വേണ്ടി ഒരു നല്ല പോലെ താമസിക്കാൻ പറ്റുന്ന നല്ല തരത്തിലുള്ള ഒരു വീട് പണിഞ്ഞു കൊടുക്കണം എന്ന് ശംഭു ചരൺ മല്ലിക്കിനൊരു ആഗ്രഹം. അങ്ങനെയാണ് കുറച്ച് മാറി, ദക്ഷിണേശ്വരത്ത് നിന്ന് കുറച്ച് മാറിയിട്ട് അവർ ശംഭു ചരൺ മല്ലിക്ക് കുറച്ച് സ്ഥലം വാങ്ങി. എന്നിട്ട് ദേവിക്ക് അവിടെ കെട്ടിടം പണിയാനുള്ള ശ്രമം ആരംഭിച്ചപ്പോൾ വിശ്വനാഥ ഉപാധ്യായനാണ് ആ കെട്ടിടം പണിയേണ്ടതിനാവശ്യമായ മുഴുവൻ തടിയും സാധനങ്ങളും സംഭാവന ചെയ്തത്. എന്നാൽ ആലോചിച്ച് നോക്കൂ, ഇതാണ് ഈ ഈശ്വര സേവയ്ക്ക് തയ്യാറാവുമ്പോൾ ഉണ്ടാകുന്ന ദുരിതങ്ങളുടെ ഒരു ഉദാഹരണം കൂടിയാണിത്. അതാണ് നമ്മൾ ഈ ഈശ്വര സേവയ്ക്കിടയിൽ ഉണ്ടാകുന്ന ദുരിതങ്ങളെ കുറിച്ച് പറഞ്ഞ പോലെയാണ് ഇത്. ഇപ്പോൾ ഇവിടെ സംഭവിച്ചത്, ശാരദാദേവിക്ക് വേണ്ടി കെട്ടിടം പണിയാനായിട്ട് തടിയെല്ലാം ഈ ഇവിടെ വെലൂർ നമ്മുടെ ദക്ഷിണേശ്വരത്തിൻ്റെ മറുകരയിൽ, ഗംഗയുടെ മറുകരയിലുള്ളൊരു മില്ലിലാണ് ഇതെല്ലാം അർപ്പിച്ചത്. എന്നിട്ട് അവിടുന്ന് ഗംഗാനദിയിലൂടെയാണ് ഇത് തോണിയിൽ കയറ്റിക്കൊണ്ട് വേണം ഈ കെട്ടിടം പണിയുന്ന സ്ഥലത്ത് എത്തിക്കാൻ. ഇത് കൊണ്ടുവരുന്ന സമയത്താണ്, ഈ തടി മുഴുവനും തോണിയിൽ കയറ്റി കൊണ്ടുവരുന്ന സമയത്താണ് ഒരു വലിയ പേമാരിയും വെള്ളപ്പൊക്കവും വന്ന് ഈ തടി മുഴുവനും ഒലിച്ചുപോയി. കഷ്ടപ്പെട്ട് സമ്പാദിച്ച ഈ ഒരു കെട്ടിടം വെക്കാനുള്ള മുഴുവൻ തടിയും ആ വലിയ ഒഴുക്കിൽ തോണി മുങ്ങി ഒഴുകിപ്പോയി. എത്ര ദുഃഖകരമായ അവസ്ഥയാണെന്ന് ആലോചിച്ചു. അപ്പോഴാണ് വിശ്വനാഥദത്തൻ പറഞ്ഞത്, ഒന്നും പേടിക്കേണ്ട, പോയത് പോട്ടെ, വീണ്ടും അത്രയും തടിയും സാധനങ്ങളും ഉരുപ്പടികളും ഞാൻ എത്തിച്ചോളാമെന്ന് ശംഭു ചരൺ മല്ലിക്കിനോട് പറയുന്നത്. നോക്കുക, അപ്പോൾ എത്ര അവരുടെ ഒരു സർവീസിൻ്റെ ഒരു ആഴം നമ്മളിവിടെ, അത് എങ്ങനെയാണ് അവരൊക്കെ ഈശ്വരന്, ശ്രീരാമകൃഷ്ണദേവനോടും മാതൃദേവിയോടും എങ്ങനെയാണ് അവരൊക്കെ, എന്ത് മനോഭാവമാണ് അവർ വെച്ച് പുലർത്തിയിരുന്നത് എന്നുള്ളതിൻ്റെ വലിയ ഉദാഹരണങ്ങളാണ് ഇവരുടെയൊക്കെ പ്രവർത്തനം.
എന്നാൽ ശാരദാദേവിക്ക് അവിടെ അധികകാലം താമസിക്കാനും പറ്റിയില്ല. പെട്ടെന്ന് വയറിന് ചില അസുഖങ്ങളൊക്കെ വന്നപ്പോൾ കഷ്ടിച്ച് 1 വർഷത്തിൽ താഴെ മാത്രമേ ശാരദാദേവി അവിടെ ആ വീട്ടിൽ താമസിച്ചുള്ളൂ. ആ വീട് പണിഞ്ഞത് കൊണ്ട് ശാരദാദേവിക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ല. കാരണം അവിടെ കുറച്ച് നാൾ താമസിച്ച ശേഷം ശാരദാദേവി തിരിച്ച് അവിടെ നിന്ന് പോരേണ്ടി വന്നു. തിരിച്ച് കാമാർപുക്കൂറിലേക്ക് പോയി. പിന്നീട് വന്നതും വീണ്ടും ദക്ഷിണേശ്വരത്ത് വരുമ്പോഴേക്കും സംഗതികളൊക്കെ മാറി മറിഞ്ഞു. അപ്പോഴേക്കും ഭഗവാന്റെ അസുഖത്തിൻ്റെ പ്രശ്നങ്ങളായി. അങ്ങനെ ആ കഥ മാറുകയാണ്. നോക്കൂ, അവിടെ ഈ ദുരന്തം വരുന്ന ഒരു വഴി വരുന്നതാണ്. അതായത് ഇത് ഈശ്വരീയമായ ഭാവത്തിൽ പോലും ഇത്തരം അസഹിഷ്ണുതകൾ എന്തോരുമാണ് സംഭവിക്കുന്നത്. അതാണ് ഇതൊന്നും നമ്മൾ മനസ്സിലാക്കാതെ നമ്മുടെ സ്വാർത്ഥപരമായ ചില താല്പര്യങ്ങൾക്ക് ഈശ്വരാരാധന ചെയ്യുമ്പോഴുണ്ടാകുന്ന ഒരു പ്രശ്നമാണിത്. അതാണ് ഇവിടെയും നമ്മൾ കാണുന്നത്. അപ്പം അങ്ങനെയുള്ള വിശ്വനാഥ ദത്തയാണ് 22 വയസ്സ് മാത്രം അപ്പോൾ പ്രായമുള്ള നരേന്ദ്രന് ഒരുമിച്ച് വരുന്നതായിട്ടാണ് കാണുന്നത്. നരേന്ദ്രൻ BAക്ക് പഠിക്കുന്നു. അങ്ങനെ ഞായറാഴ്ച മാത്രം ഇടയ്ക്ക് വരുന്ന ഒരു പയ്യനാണ് എന്നൊക്കെ പറഞ്ഞുള്ളൊരു ഭാഗമാണത്. അപ്പോൾ അവർ വന്നു, പ്രണാമം ചെയ്ത് ഇരുന്നു. ശ്രീരാമകൃഷ്ണദേവൻ നരേന്ദ്രനോട് ഒരു പാട്ട് പാടാൻ പറഞ്ഞു. അതെല്ലാം കഴിഞ്ഞ് അത്തരം കാര്യങ്ങളൊക്കെ അങ്ങ് മുന്നോട്ട് പോയി. അപ്പം ഇവിടെ വരുന്ന രസകരമായൊരു സാധനം, അധ്യായം 4ലേക്ക് എത്തുമ്പോൾ നരേന്ദ്രൻ പാട്ട് പാടിയപ്പോൾ നരേന്ദ്രൻ്റെ പാട്ടിനോടൊപ്പം ഭഗവാനല്ല പാട്ട് പാടിയത്, നരേന്ദ്രൻ പാട്ടുപാടി. നരേന്ദ്രൻ പാട്ട് പാടിയപ്പോൾ ഭഗവാൻ പെട്ടെന്ന് സമാധിസ്ഥനായി മാറി. അപ്പോൾ ഭഗവാൻ സമാധിസ്ഥനായിട്ട് അങ്ങനെ ആ പാട്ടിൽ മുഴുകിയിരുന്നു. കുറേ കഴിഞ്ഞപ്പോഴും ഭഗവാൻ ആ സമാധി അവസ്ഥ തുടർന്നു. നേരത്തെ പറഞ്ഞല്ലോ, നരേന്ദ്രൻ ഇടയ്ക്കിടയ്ക്കൊക്കെ വരുന്നേ ഉള്ളൂ. കോളേജിലൊരു വിദ്യാർത്ഥിയാണ്. നമ്മൾ ധരിക്കുന്ന പോലുള്ള ഒരു സാഹചര്യത്തിലേക്ക് നരേന്ദ്രൻ അപ്പോൾ എത്തിയിട്ടില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? നരേന്ദ്രൻ ഭഗവാൻ സമാധിസ്ഥനായതിനെ കുറിച്ചൊന്നും ശ്രദ്ധിച്ചില്ല. തൻ്റെ പാട്ട് അവസാനിച്ചപ്പോൾ ആ തമ്പുരു ആ ഇരുന്ന സ്ഥലത്ത് അലക്ഷ്യമായി ഇട്ടിട്ട് അങ്ങ് പുറത്തുപോയി. അപ്പോൾ പുറത്ത് പോയത് എന്താണ്? ഹസ്രമഹാശയനെ കാണാൻ പോയതാണ്. ഹസ്രമഹാശയൻ്റെ അടുത്ത് പോകുന്നതെന്ന് വെച്ചാൽ ഹസ്രമഹാശയൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ പുകവലിക്കാനുള്ളൊരു സംവിധാനം കിട്ടും. അപ്പോൾ അതിനു വേണ്ടി ഇറങ്ങി ഓടിയതാണ്. അപ്പോൾ നരേന്ദ്രൻ്റെ ആ സന്ദർഭത്തിലെ ആ രീതികൾ ഇത്രയേ ഉള്ളതേ ഉള്ളൂ. അപ്പോൾ അങ്ങ് പോയി. പെട്ടെന്ന് ഭാവാവസ്ഥയിൽ നിന്ന് ഭഗവാൻ തിരിച്ചു വരികയാണ്. ആ ഭാവാവസ്ഥയിൽ നിന്ന് തിരിച്ചു വന്നിട്ട് ഭഗവാൻ കണ്ണു തുറന്നപ്പോൾ കണ്ടത് എന്താണ്? ആ തമ്പുരു അവിടെ കിടക്കുന്നു. നരേന്ദ്രൻ പോയി കഴിഞ്ഞു, ഹസ്രയുടെ അടുത്തേക്ക് പോയി കഴിഞ്ഞു. അപ്പോൾ ഹസ്രമഹാശയൻ അവിടെ പുറത്ത് കരിമ്പടം വിരിച്ച് കയ്യിൽ ജപമാലയുമായി ഇരിപ്പുണ്ട്. അപ്പോൾ അദ്ദേഹവുമായിട്ട് സംഭാഷണത്തിൽ ഏർപ്പെട്ടു എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഭഗവാൻ കണ്ണ് തുറന്നിട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ തമ്പുരു മാത്രം കിടക്കും. ഇവിടെ ഭഗവാൻ പറയുന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അതാണ് നേരത്തെ ഈ സപ്താഹം പോലുള്ള സത്സംഗങ്ങളിൽ അല്ലെങ്കിൽ പ്രഭാഷണ വേദികളിൽ കേൾക്കാനിരിക്കുന്ന നമ്മളെപ്പോലുള്ളവർക്ക് നൽകുന്ന ഒരു ഉപദേശം കൂടിയാണിത്. നരേന്ദ്രനെ ഉദ്ദേശിച്ച് ഭഗവാൻ പറഞ്ഞപ്പോൾ നരേന്ദ്രൻ ശ്രദ്ധിക്കാതെ ആ തമ്പുരു അവിടെ നിലത്തിട്ടിട്ട് പോയി. അതിന് ഭഗവാൻ പറഞ്ഞ മറുപടി, തീ കൊളുത്തിക്കഴിഞ്ഞു, ഇനി ഇരുന്നാലെന്ത് പോയാലെന്ത്. നരേന്ദ്രൻ ഇനി ഇരിക്കണമെന്ന് നിർബന്ധമില്ല, തീ കൊളുത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് ഇനിയിപ്പം ഇറങ്ങിപ്പോയി അശ്രദ്ധമായി അതായത് പുറമേ നിന്ന് നോക്കുന്ന ഒരാളെ സംബന്ധിച്ച് നരേന്ദ്രൻ ഇടയ്ക്ക് വെച്ച് ഇറങ്ങിപ്പോയി എന്നായിരിക്കും തോന്നുക. പക്ഷേ ഭഗവാൻ അതിന് പറയുന്ന മറുപടി എന്താണ്? അയാളിൽ തീ കൊളുത്തിക്കഴിഞ്ഞു, ഇനി അയാൾ ഇരുന്നാലും പോയാലും കുഴപ്പമില്ല. ആ തീ അയാളിൻ്റെ ഉള്ളിൽ ആളി കത്തിക്കൊണ്ടേയിരിക്കും. അപ്പം ആ തീ കൊളുത്തപ്പെടണം. നമ്മൾ ഒരു സത്സംഗത്തിലിരിക്കുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ ആ ഈശ്വരീയമായ ലക്ഷ്യത്തിലേക്കുള്ള നമ്മുടെ ആത്മാവിൻ്റെ സഞ്ചാരത്തിന് പരിഭാഗമായ തരത്തിലുള്ള ഒരു പാകപ്പെടൽ നമ്മുടെ ഉള്ളിൽ ആളിക്കത്തിയിരിക്കണം. അങ്ങനെ ആളിക്കത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇരുന്നാലും ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല. കാര്യം അത് തീ കത്തിക്കഴിഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ അവിടെ ഇരുന്നു, നമ്മുടെ ഭൗതിക ശരീരം അവിടെ ഇരുന്നു, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പ്രത്യക്ഷത്തിൽ നമ്മളവിടെ ശ്രദ്ധാലുവാണ് എന്ന് കരുതേണ്ട കാര്യമില്ല. മറ്റുള്ളവരെ സംബന്ധിച്ച് അയാൾ അശ്രദ്ധനാണ്, അല്ലെങ്കിൽ അയാൾ ഇതൊന്നും കേൾക്കാതെ ഇറങ്ങിപ്പോയി എന്നൊക്കെ പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. മറിച്ച് ആ തീ കൊളുത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്തുമാകാം, പിന്നെ അതിനകത്ത് ഒന്നിനും. ഇതാണ് ഭഗവാൻ ഇവിടെ ക്യാപ്റ്റനോടും മറ്റു ഭക്തന്മാരോടും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തത്. അപ്പോൾ തീ കൊളുത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്തും ചെയ്യാം. തീ കൊളുത്തപ്പെടുന്നത് വരെ മാത്രമേ ഉള്ളൂ ഈ ബുദ്ധിമുട്ട്. എന്നിട്ട്
അപ്പോൾ നിങ്ങൾക്കും ആനന്ദം ലഭിക്കും. അങ്ങനെയുള്ളൊരു സാഹചര്യം വന്നാൽ എന്താ, അങ്ങനെ ഒരു ചിദാനന്ദം തന്നിലുണ്ടെന്ന് ഭാവന ചെയ്യുവിൻ എന്നാണ് ഭഗവാൻ പറഞ്ഞത്. അങ്ങനെ ഒരു അവസ്ഥ നമ്മൾ ഓരോരുത്തരിലും ഉണ്ട് എന്ന് നിങ്ങളൊന്ന് ഭാവന ചെയ്യേ. ആ ഭഗവാൻ പറഞ്ഞ ആ തീ കൊളുത്തൽ, ആ ചിദാനന്ദം നമ്മിൽ ഓരോരുത്തരിലും ഉണ്ടെന്ന് നമ്മളൊന്ന് ഭാവന ചെയ്യേ. നിങ്ങളിൽ ഓരോരുത്തരിലും ഈ ചിദാനന്ദമുണ്ട്, തീർച്ചയായും ഉണ്ട്. പക്ഷേ അത് ആ ആവരണവും വിക്ഷേപവും വന്ന് മറച്ചിരിക്കുന്നു എന്ന് മാത്രം. നമ്മുടെ ഉള്ളിലെല്ലാം തന്നെ ഈ ചിദാനന്ദമുണ്ട്, പക്ഷെ അതൊരു മറ കൊണ്ട് മറഞ്ഞിരിക്കുന്നു എന്ന് മാത്രം. വിഷയാസക്തി കുറയുന്നതനുസരിച്ച് ഈശ്വര വിചാരം. അപ്പം നമ്മുടെ ഈ മറ വരാൻ കാരണം ഭഗവാൻ ഇവിടെ പറയുന്നു, നമ്മുടെ ഉള്ളിലുള്ള വിഷയാസക്തി കുറയാത്തതാണ് ഈ മറ നീങ്ങാത്തതിന് കാരണമായിട്ട് ഭഗവാൻ പറയുന്നത്. അതിന് അപ്പോൾ ആ സമയത്താണ് ഭഗവാൻ മുമ്പ് പറഞ്ഞ ഒരു ഉദാഹരണത്തെ വിശ്വനാഥ ഉപാധ്യായൻ ഇവിടെ എടുത്തു പറയുന്നുണ്ട്. ഭഗവാൻ പറഞ്ഞു കൊടുത്ത ഉദാഹരണമാണ്. അതായത് കൽക്കത്തയിൽ നിന്ന് ഒരാൾ വീട്ടിലേക്ക് പോകും തോറും, അതായത് ദക്ഷിണേശ്വരത്തു നിന്ന് ഒരാൾ വീട്ടിലേക്ക് പോകും തോറും ദക്ഷിണേശ്വരം അയാളിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കും, വീട് അടുത്തുകൊണ്ടിരിക്കും. അതേസമയം വീട്ടിൽ നിന്ന് ഒരാൾ ദക്ഷിണേശ്വരത്തേക്ക് വരുമ്പോൾ സംഭവിക്കുന്നത്, വീട് അകന്നുകൊണ്ടിരിക്കും, ദക്ഷിണേശ്വരം അടുത്തുകൊണ്ടിരിക്കും. ഇതൊരു മനോഹരമായ ഉദാഹരണമായിട്ടാണ്. ഈ കാശിയെക്കുറിച്ചും ഭഗവാൻ ഇത് പറയുമ്പോൾ കാശിയെക്കുറിച്ചാണ് പറഞ്ഞത്. കാശിയിൽ എത്ര അടുക്കുന്നുവോ ഒരാൾ, കാശിയിൽ എത്ര അടുക്കുന്നുവോ അത്രയ്ക്ക് വീട് അയാളിൽ നിന്ന് അകന്നായിരിക്കും. മനോഹരമായൊരു ഉദാഹരണം. എന്താണ് ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള വഴിയെ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം എന്നുള്ളതിന് ഇതിൽ പരം നല്ലൊരു ഉദാഹരണം വേറെയില്ല. അതാണ് ഇവിടെ ഭഗവാൻ പരാമർശിച്ചത്. അതായത് ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞത്, രാധ ശ്രീകൃഷ്ണനെ സമീപിക്കുന്നതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ശരീര സുഗന്ധം അനുഭവിച്ചുകൊണ്ടേയിരിക്കും. രാധ എത്രമാത്രമാണോ ശ്രീകൃഷ്ണനോട് അടുത്തടുത്തടുത്തിരിക്കുന്നത്, അപ്പോൾ ആ ഭഗവാനിൽ നിന്നുള്ള സുഗന്ധം ഇങ്ങനെ അനുഭവിച്ച് മതിമറന്നിരിക്കുകയാണ് രാധ. അതാണ് രാധ ആ ഭഗവാനിൽ ലയിച്ചു എന്നൊക്കെ നമ്മൾ പറയുന്നതിൻ്റെ ഒരു അംശം ഇവിടെ പറയുന്നതാണ്. ആ ശരീര സുഗന്ധം രാധ അനുഭവിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഈശ്വരൻ്റെ അടുത്തേക്ക് എത്രയും അടുക്കുന്നുവോ അത്രയ്ക്കും അദ്ദേഹത്തിൽ ഭാവവും ഭക്തിയും ഉണ്ടാവും. അതായത് പുഴ കടലിനോടടുക്കുന്ന പോലാണത്. കടലിൽ നിന്നുള്ള വേലിയേറ്റവും വേലിയിറക്കവും ഒരു പുഴയെ ബാധിക്കുന്നത് പുഴ കടലിനോട് അടുത്ത് നിൽക്കുന്ന ഭാഗത്ത് മാത്രമാണ്. സാധാരണ പുഴയിൽ വേലിയേറ്റം ഉണ്ടാകാറില്ല. പക്ഷെ പുഴ എത്രമാത്രമാണ് കടലിനോടടുക്കുന്നത്, ഗംഗയിൽ ഈ വേലിയേറ്റവും വേലിയിറക്കവും സ്ഥിരമായിട്ട് ഭഗവാൻ കാണുന്നതാണ് എപ്പോഴും. അത് കാണാനാണ് ഭഗവാൻ ഓടിച്ചെല്ലുന്നത്. എന്തിനാണ് ഈ തിരകൾ, ഗംഗയിലെ തിരകൾ ഇങ്ങനെ തള്ളി വരുന്നത് എന്ന് കാണാനായിട്ട് ഭഗവാൻ ആർത്തിയോടെ ഓടുന്നത് എന്തിനാണ് എന്ന് നമുക്ക് തോന്നിപ്പോകാം. ഇത് ഇത്രയും വലിയ കുട്ടികളെ പോലെ കാഴ്ച കാണാനായിട്ട് എന്തിനാണ് ഈ തിരയിളക്കം കാണാൻ ഓടുന്നത്? ഈ ഗംഗയിൽ ഈ തിര ഇളകുന്നത് ഈ വേലിയേറ്റവും വേലിയിറക്കവും വരുന്ന സമയത്താണ്. അത് കടലിലേക്ക്, ബംഗാൾ ഉൾക്കടലിലേക്ക് ഈ ഗംഗ ചെന്ന് പ്രവേശിക്കുന്ന ഭാഗത്താണ് ദക്ഷിണേശ്വരം ഇരിക്കുന്നത്. ഹൂഗ്ലി ഡിസ്ട്രിക്റ്റിൻ്റെ ആ ഭാഗത്തെത്തുമ്പോഴേക്കാണ് അത് കടലിലേക്ക് ചേരാനായിട്ടുള്ള അടുപ്പം എത്തിക്കഴിഞ്ഞു. ആ സന്ദർഭത്തിൽ ഗംഗയുടെ ഈ ഭാഗത്താണ് ഈ തിര കാണുന്നത്. അത് കാരണം കടലിനോട് എത്രത്തോളം അടുക്കാൻ ശ്രമിക്കുന്ന ഗംഗയിലുണ്ടാകുന്ന ഈ വേലിയേറ്റം എന്ന് പറയുന്നത് ഈശ്വരനിലേക്ക് അടുക്കാനുണ്ടാകുന്ന മനസ്സിൻ്റെ ഉള്ളിലുണ്ടാകുന്ന വേലിയേറ്റമായിട്ടാണ് ഭഗവാൻ ഇതിനെ കാണുന്നത്. അതുകൊണ്ടാണ് ഗംഗയുടെ ആ പ്രതിഭാസത്തെ ഭഗവാൻ ഏറ്റവും കൂടുതൽ സന്തോഷകരമായിട്ട് എപ്പോഴും അവതരിപ്പിക്കുന്നത്. അവിടെ കൽക്കട്ടയിൽ ചെല്ലുന്ന, ഇപ്പോഴും അവിടെ ദക്ഷിണേശ്വരത്ത് ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായൊരു കാഴ്ചയും, ഒരു നദിയിൽ എങ്ങനെയാണ് തിര ഉയരുന്നത്. നദിയിൽ തിര ഉയരുക എന്ന് നമ്മൾ പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല, നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. ഇത് അവിടെ ചെന്ന് ഗംഗയുടെ കരയിൽ നിൽക്കുമ്പോഴാണ് കടൽ തിര, അതായത് കടലോരത്ത് നിൽക്കുമ്പോൾ എങ്ങനെയാണ് തിര അലറി വരുന്നൊരു തിര കാണുന്നത്, പുഴയിലൊരു അലറി വരുന്ന തിര കാണുന്നത് ഗംഗയുടെ കരയിൽ നിൽക്കുമ്പോഴാണ്. അത് ഭഗവാൻ എത്ര മനോഹരമായിട്ടാണ് വാചനാമൃതത്തിൽ ആ ഭാഗങ്ങൾ, വാചനാമൃതത്തിൽ മാസ്റ്റർ മഹാശേന ഭാഗങ്ങളൊക്കെ ഗംഭീരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ പറഞ്ഞു വന്നത്, അപ്പോൾ ഈ നരേന്ദ്രൻ്റെ ഈ ഒരു സാഹചര്യത്തെക്കുറിച്ചാണ്. അപ്പോൾ ഈ നരേന്ദ്രനെ കുറിച്ച് പറയുന്ന ഈ സന്ദർഭത്തിലാണ്, ഈ ഒരു ഭാഗം കടന്നു പോകുന്നിടത്താണ് 5-ാം അധ്യായത്തിലേക്ക് കടക്കുന്ന സന്ദർഭത്തിലാണ്, അല്ല അതിന് മുമ്പായി ഈ സന്ദർഭത്തിലാണ് വേറൊരു രാഷ്ട്രീയ കാര്യം കൂടെ ചർച്ചയിൽ വരുന്നുണ്ട്.
അത് ഈ ഭാഗത്ത് നോക്കട്ടെ അതിൻ്റെ വടക്ക് കിഴക്കേ വരാന്തയിൽ നരേന്ദ്രൻ ഹസ്രയുമായി വർത്തമാനം പറഞ്ഞിരിക്കുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഒരാൾ കാണാൻ വരുന്നുണ്ട്. ശ്രീരാമകൃഷ്ണദേവനെ അവിടെ കാണാൻ വരുന്ന ഒരു സന്ദർഭമുണ്ട്. ആ സന്ദർഭത്തിൽ അതേത് ഭാഗത്താണ് വരുന്നത്? അതെ ഇത് നമ്മൾ ഈ 3-ാം അധ്യായം തുടങ്ങുന്ന സമയത്താണ് ആ ഒരു കാഴ്ച. എങ്ങനെയാണ് ഒരു സാംസ്കാരിക രാഷ്ട്രീയ കാര്യങ്ങൾ എങ്ങനെയാണ് ഈ സന്ദർഭത്തിൽ വചനാമൃതത്തിൽ ചർച്ചാ വിഷയമാകുന്നത് എന്നിവിടെ കാണാം. അതായത് ഭഗവാൻ അവിടെ ഇരിക്കുമ്പോൾ 1-2 ഭക്തന്മാർ വന്ന് ചേരുന്നുണ്ട്. ഈ ഭക്തന്മാർ വന്നു ചേർന്നപ്പോൾ അവർ സംസാരിച്ചത് കാബൂളിൽ നടന്ന രാഷ്ട്രീയ വിപ്ലവത്തിൻ്റെയും യുദ്ധത്തിൻ്റെയും വാർത്തകളാണ് അവർ സംസാരിച്ചത്. കാബൂളിൽ നടന്ന ഒരു വിപ്ലവം, വലിയ ലഹള, ഒരു വലിയ റയോട്ട്സ് ആയിരുന്നു. അതൊരു കാബൂളിൽ നടന്ന ഒരു വലിയ യുദ്ധത്തിൻ്റെ കാര്യമാണ് ഇവിടെ ചർച്ചയ്ക്ക് കിടന്നത്. അപ്പോൾ ആ കാര്യം, യുദ്ധത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പരമഹംസൻ മഹാശയ, എന്നാൽ യാക്കൂബ് ഖാൻ വലിയ ഈശ്വര ഭക്തനാണെന്നാണ് ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞത്. അതായത് കാബൂളിൽ നടന്ന ആ വിപ്ലവത്തിന്, ആ യുദ്ധത്തിൽ ബലിയാടായിപ്പോയത് അല്ലെങ്കിൽ സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ടത് അവിടുത്തെ രാജാവായിരുന്ന യാക്കൂബ് ഖാൻ ആയിരുന്നു. മുഹമ്മദ് യാക്കൂബ് ഖാൻ. ഈ മുഹമ്മദ് യാക്കൂബ് ഖാൻ പലായനം, അതായത് കാബൂളിൽ നിന്ന് ജനങ്ങളുടെ എതിർപ്പ് ഭയന്ന് ഓടി രക്ഷപ്പെട്ട് ഇന്ത്യയിൽ വന്ന് അഭയം പ്രാപിക്കുകയായിരുന്നു. ഇത് സംഭവിക്കുന്നത് 1879 ഈ കാബൂളിൽ ഈ വിപ്ലവം ഉണ്ടാകുന്നത് 1879. ഇവിടെ ഈ സംഭാഷണം നടക്കുമ്പോൾ 80, 81, 82, 83 ഈ ഒരു കാലഘട്ടത്തിൽ 82. അപ്പോൾ ഒരു 3-4 വർഷത്തിൻ്റെ ഇടയിലാണ് ഇവിടെ ഈ ഭക്തന്മാർ വന്ന് ഈ ചർച്ച നടത്തിയത്. അപ്പോൾ യാക്കൂബ് ഖാൻ വെറും 8 മാസമാണ് അഫ്ഗാനിസ്ഥാൻ്റെ അമീറായിട്ട് അയാൾക്ക് ഇരിക്കാൻ കഴിഞ്ഞത്. അഫ്ഗാനിസ്ഥാൻ്റെ അമീറായിട്ട് അയാൾക്ക് ഇരിക്കാൻ കഴിഞ്ഞത് വെറും 8 മാസമാണ്. അന്ന് കാബൂളിൽ നടന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിൽ എങ്ങനെയാണോ ബ്രിട്ടീഷുകാർ വന്നത് അതേപോലെയാണ് കാബൂളിലും ബ്രിട്ടീഷുകാർ ആക്രമിച്ച് കീഴടക്കിയത്. എന്നിട്ട് ഈ ബ്രിട്ടീഷ് സഹായത്തോടെയാണ് മുഹമ്മദ് യാക്കൂബ് ഖാൻ കാബൂളിൻ്റെ ഭരണാധികാരം ഏറ്റെടുത്തത്. ഒറ്റ കണ്ടീഷനാണ് ബ്രിട്ടീഷുകാർ മുന്നോട്ട് വെച്ചത്. കാബൂളിൽ ബ്രിട്ടീഷുകാരുടെ സൈനിക താവളം സ്ഥാപിക്കാനുള്ള സഹായം കൊടുക്കണം. ഈ ബ്രിട്ടീഷുകാരുടെ സൈനിക താവളം കാബൂളിൽ സ്ഥാപിക്കാൻ സ്ഥലം കൊടുക്കാമെന്നുള്ള ഒറ്റ കണ്ടീഷനിലാണ് മുഹമ്മദ് യാക്കൂബ് ഖാനെ അമീറായിട്ട്, രാജാവായിട്ട് ബ്രിട്ടീഷുകാരുടെ സഹായത്തോടെ ഭരണത്തിൽ കയറി. ഇത് ജനങ്ങളിൽ വലിയ, ബ്രിട്ടീഷുകാരുടെ സൈനിക താവളം കാബൂളിൽ വരുന്നതിനെതിരെ കാബൂളിലെ ജനത ഗംഭീരമായിട്ട് പ്രതികരിച്ചു. നമുക്ക് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു സ്വാതന്ത്ര്യ സമര വിപ്ലവത്തെക്കാൾ മുൻപ് തന്നെ കാബൂളിൽ ഇത് പൊട്ടിപ്പുറപ്പെടുകയായിരുന്നു. ഇതിൻ്റെ ഈ കാബൂളിലുണ്ടായ ഈ ഒരു വിപ്ലവത്തിൻ്റെ ആ സന്ദർഭത്തെ വളരെ മനോഹരമായിട്ട് രവീന്ദ്രനാഥ ടാഗോർ കാബൂളിവാല എന്നുള്ള തൻ്റെ കഥയിലൂടെ അവതരിപ്പിച്ചിട്ടുണ്ട്. കൽക്കട്ടയിലെ ഒരു കുഞ്ഞിൻ്റെ അടുത്ത് സ്ഥിരമായി വരുന്ന കാബൂളിവാലയെ ഒരു ദിവസം കാണാതാകുന്നു. അത് ഈ വിപ്ലവത്തിൽപ്പെട്ട അയാളുടെ കുടുംബത്തിലുണ്ടായ വലിയൊരു അത്യാഹിതത്തിലേക്കാണ് ആ കഥ പോകുന്നത്. കാബൂളിവാല എന്നുള്ള കഥ നമ്മുടെ ഇന്ത്യയിൽ തന്നെ എല്ലാവർക്കും, രവീന്ദ്രനാഥ ടാഗോറിൻ്റെ കഥയിലെ ഏറ്റവും എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കഥയാണ് കാബൂളിവാല. അപ്പം അത് ഈ ഒരു വിപ്ലവത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ആ കഥയുണ്ടാകുന്നത്. അപ്പോൾ ഇവരെല്ലാം ഒരേ സമകാലികരാണ്. രവീന്ദ്രനാഥ ടാഗോറും എല്ലാം ഈ സന്ദർഭത്തിലാണല്ലോ ഇതൊക്കെ എഴുതുന്നത്. അപ്പം ആ ഒരു സാമൂഹിക പശ്ചാത്തലം കൂടെ ഇവിടെ ഈ ഒരു ഭാഗത്ത് വിവരിക്കപ്പെടുന്നുണ്ട്. ഈ വചനാമൃത വായനയിൽ നമുക്ക് അങ്ങനെ ഒരു പശ്ചാത്തലം കൂടെ വായിച്ചു പോകാൻ പറ്റുന്നുണ്ട്. കാബൂളിലെ അക്കാലത്തെ സാമൂഹിക സാംസ്കാരിക മേഖലയിലുണ്ടായ പല പ്രതിഫലനങ്ങളും ഈ വായനയിൽ നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മൾ ഈ വായിച്ചു വരുന്ന ഈ ഭാഗം അവസാനിക്കുന്ന ഭാഗത്ത് ഭഗവാൻ രസകരമാണ്. ഈ അധ്യായം അവസാനിക്കുമ്പോൾ, ഈ 5-ാം അധ്യായം അവസാനിക്കുന്നത് വളരെ രസകരമായിട്ടാണ്. നമുക്ക് സമയം തീരാറായെങ്കിൽ ഞാൻ ആ കാര്യം കൂടെ പറയാം. ശ്രീരാമകൃഷ്ണദേവൻ ഈ നരേന്ദ്രൻ പാട്ടൊക്കെ പാടിയിട്ട് ഈ തമ്പൂരും വീട് ഇട്ടിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി എന്ന് നമ്മൾ പറഞ്ഞല്ലോ.
അപ്പോൾ നമ്പൂർ അവിടെ ചെന്ന് ഹസ്രയോട് എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നരേന്ദ്രൻ അവിടെ പുറത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സംസാരത്തിനിടയിൽ അവർ പരാമർശിച്ച ഒരു വിഷയം ഹാമിൽട്ടൺ എന്ന് പറഞ്ഞ അലക്സാണ്ടർ ഹാമിൽട്ടൺ എന്നുള്ള ഒരു സഞ്ചാര സാഹിത്യകാരനെ കുറിച്ചുള്ളൊരു പരാമർശമാണ് നരേന്ദ്രനും ഒക്കെ പുറമേ ഇരുന്ന് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഈ അലക്സാണ്ടർ ഹാമിൽട്ടൺ 17-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആളാണ്. അപ്പോൾ അയാളൊരു പുസ്തകം എഴുതി. അയാൾ ഈ ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയാണ് അയാൾ സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആവശ്യപ്രകാരമാണ് അയാൾ ഈ ലോകസഞ്ചാരം നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇതുപോലെ കുറേ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരെ ഇങ്ങനെ ലോകസഞ്ചാരത്തിന് വിട്ടിട്ട് ഓരോ സ്ഥലത്ത് ചെന്ന് അവിടുത്തെ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക മേഖലയെക്കുറിച്ച് പഠിച്ചു വരാനായിട്ട് ഈ ബ്രിട്ടീഷുകാർ ആദ്യമേ നിയോഗിക്കും. അപ്പോൾ ആലോചിച്ച് നോക്കണം, ബ്രിട്ടീഷുകാർ ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ 17-ാം നൂറ്റാണ്ടിൽ, 16-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം, ഏതാണ്ട് 17-ാം നൂറ്റാണ്ടിൽ തന്നെ അലക്സാണ്ടർ ഹാമിൽട്ടനെ അവർ ഇന്ത്യയിലേക്ക് അയച്ചു കഴിഞ്ഞു സ്ഥിതിവിവര കണക്കെടുത്ത് പഠിക്കാൻ. അങ്ങനെ ഇന്ത്യയിലെത്തി, 17-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലെത്തി സ്ഥിതിവിവര കണക്കുകൾ പഠിച്ച് തയ്യാറാക്കി അദ്ദേഹം എഴുതിയ ഒരു പുസ്തകമാണ് എ ന്യൂ അക്കൗണ്ട് ഓഫ് ദ ഈസ്റ്റ് ഇൻഡീസ് എന്നും പറഞ്ഞുകൊണ്ടൊരു ഗ്രന്ഥം. എ ന്യൂ അക്കൗണ്ട് ഓഫ് ദ ഈസ്റ്റ് ഇൻഡീസ് എന്ന് പറയുന്ന ഒരു വലിയ പുസ്തകം. ഈ പുസ്തകമാണ് നരേന്ദ്രൻ ഇപ്പോൾ പഠിക്കുന്നത്. നോക്കൂ, നരേന്ദ്രൻ ഇപ്പോൾ പ്രായം എത്രയാണെന്ന് ഇവിടെ തൊട്ട് മുമ്പേ പറഞ്ഞിട്ടുണ്ട്. വെറും ഏതാണ്ട് 20 വയസ്സ്. നരേന്ദ്രന് വയസ്സ് 20, BA പഠിക്കുന്നു. ആ നരേന്ദ്രനാണ് ഹാമിൽട്ടൻ്റെ ആ പുസ്തകം പഠിച്ചിരിക്കുന്നത്. പഠിച്ച ആ പുസ്തകത്തെക്കുറിച്ചാണ് നരേന്ദ്രൻ ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്തത്. എങ്ങനെയാണ് ഒരു നരേന്ദ്രൻ നമ്മുടെ വിശ്വവിജയിയായി, നമ്മുടെ ഭാരതത്തിൻ്റെ വലിയൊരു അഭിമാനമായി മാറിയ ഒരു സന്യാസി വര്യനായതിൻ്റെ പിന്നിലുള്ള പഠനം എത്രത്തോളം ആഴത്തിലുള്ളതാണ് ഈ ഭാഗം വായിക്കുമ്പോഴാണ് നമുക്ക് ബോധ്യം വരുന്നത്. അതുകൊണ്ടാണ് ഭഗവാൻ ഇവിടെ വന്ന് ഇവരുടെ ഈ ഒരു ചർച്ചയിൽ ഭഗവാൻ ഇടപെടുന്നത്. അതാണ്. എന്നിട്ട് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, നരേന്ദ്രൻ ഇത് പറയുകയാണ്, അറിവാർന്ന അജ്ഞാനം തത്വവിചാരത്തിൻ്റെ അറുതിയും മതത്തിൻ്റെ ഉറവിടവുമാകുന്നു എന്ന് ഹാമിൽട്ടൺ എഴുതിയിട്ടുണ്ട്. അതായത് ഭഗവാൻ നേരത്തെ പരാമർശിച്ച ആ കാര്യത്തിനെക്കുറിച്ച് ഹാമിൽട്ടൻ്റെ ഒരു രചനയിൽ അതിന് സമാനമായ ഒരു കാര്യമുണ്ട് എന്ന് നരേന്ദ്രൻ പറയുന്നിടത്താണ്. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ ചോദിക്കുന്നത് എഴുതിയിരിക്കുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നരേന്ദ്രൻ അതിന് മറുപടി കൊടുത്തു, തത്വശാസ്ത്രം പഠിച്ചു തീർന്നാൽ മനുഷ്യൻ ഒരു പണ്ഡിതനായ മൂഢനായിത്തീരുന്നു. ഭഗവാനും അതാണ്. ഭഗവാൻ ഈ തത്വശാസ്ത്രവും ഈ ഹാമിൽട്ടൻ്റെ പുസ്തകമോ ഈ ലോക ക്ലാസിക്കൊന്നും വായിച്ചിട്ടല്ല. പക്ഷെ ഭഗവാൻ നേരത്തെ പറഞ്ഞ കാര്യം ഈ പുസ്തകത്തിൽ അങ്ങനെ ഒരു പരാമർശമുള്ളത്, ഈ പുസ്തകത്തിലുള്ളത് നരേന്ദ്രൻ ചൂണ്ടിക്കാണിക്കുകയാണ്. അപ്പോൾ അത് ഭഗവാൻ പറഞ്ഞ ഈ കാര്യങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്. അതേ അർത്ഥത്തിൽ അതേ വരികൾ തന്നെയാണ് ആ പുസ്തകത്തിലുള്ളത്. നോക്കൂ, ഭഗവാൻ പറഞ്ഞ ആ വരികൾ അതേ അർത്ഥത്തിൽ അതേ രൂപത്തിൽ ഹാമിൽട്ടൻ്റെ ഈ പുസ്തകത്തിലുണ്ട് എന്ന് നരേന്ദ്രൻ പറയുകയാണ്. ഇതിൻ്റെ ക്ലൈമാക്സിലെ ഏറ്റവും വലിയ തമാശ എന്തെന്ന് വെച്ചാൽ, ഈ പുസ്തകത്തിൽ ഇതുണ്ട് എന്ന് നരേന്ദ്രൻ പറയുന്നത് കേട്ട് കുലുങ്ങി ചിരിച്ചുകൊണ്ട് ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞത് താങ്ക് യു എന്നാണ്. ഇംഗ്ലീഷിലാണ് ഭഗവാൻ ഇവിടെ മറുപടി അവരോട്, നരേന്ദ്രനോട് പറഞ്ഞു താങ്ക് യു. ഭഗവാൻ അപൂർവമായിട്ട് ഇംഗ്ലീഷ് പറയുന്ന ഒരു സന്ദർഭം കൂടിയാണ് ഇത്. അദ്ദേഹം ഹൃദയവർജകമായ ഈ വാക്കുകൾ ഉച്ചരിച്ചത് കേട്ട് എല്ലാവരും ചിരിച്ചു. വളരെ മനോഹരമാണ് ആ ഭാഗം അവസാനിക്കുന്നത്. ഗംഭീരമായിട്ടാണ് മാസ്റ്റർ മഹാശരി അധ്യായം ഇവിടെ കൺക്ലൂഡ് ചെയ്യുന്നത്. സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ.